ഡയബറ്റിക് ആണ് എന്ന് നമുക്കറിയുന്ന ഒരു പേഷ്യന്റ്, ഒരു ക്ലയന്റ് വരികയാണെന്നുണ്ടെങ്കിൽ കാർബ് കുറച്ച് പ്രോട്ടീൻ പെട്ടെന്ന് നിങ്ങൾക്ക് കയറ്റാൻ പറ്റില്ല. അതിന് മുന്നേ കിഡ്നി ഹെൽത്ത് നോർമൽ ആണോ, ക്രിയാറ്റിൻ നോർമൽ ആണോ, യൂറിക് ആസിഡ് നോർമൽ ആണോ എന്നൊക്കെ അറിയണം. പ്രോട്ടീൻ കയറ്റുന്ന ഒരാൾക്ക് ചിലപ്പോൾ യൂറിക് ആസിഡ് ഒന്ന് കയറി നിൽക്കുന്ന ഒരാളാണെങ്കിൽ പ്രോട്ടീൻ കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഗൗട്ട് വരും. പിന്നെ അത് അതിൻ്റെതായ ബുദ്ധിമുട്ടായി, കാല് ഗൗട്ട് വന്ന് നീര് വന്നു, നടക്കാൻ പറ്റായ നല്ല അസഹനീയമായ വേദന, ഇഷ്യൂസ് റിലേറ്റഡ്. ഈ വെയിൽ കൊള്ളല് ആണോ ഈ വൈറ്റമിൻ ഡി അബ്സോർപ്ഷന്റെ അൾട്ടിമേറ്റ്? അറൌണ്ട് 80% ഓഫ് ഇന്ത്യൻസ് ആർ ലിവിംഗ് ഇൻ urban area are deficient in vitamin D. ഇന്നത്തെ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, ചിലപ്പോൾ കുറച്ച് സയന്റിഫിക് ആയിട്ടൊക്കെ തോന്നാം, പക്ഷെ ഇന്ന് ഡെയിലി വരുന്ന പേഷ്യൻസിന് കുറേ ഡൗട്ടുകളായിട്ടുള്ള സയന്റിഫിക് ക്വസ്റ്റ്യൻസ് എന്നെ ചോദിക്കുന്ന വേർഷൻ ആയിരിക്കും ഇന്നുണ്ടാവുക. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് രാജീവ് അമ്പാട്ടാണ്. ഹി റൺസ് എ ഗുഡ് കമ്പനി കോൾഡ് നുവോ വിവോ. ഞങ്ങൾ കുറേ ക്ലയൻസ് ആളുടെ സർവീസ് എടുക്കുന്നുണ്ട്. കുഡ് യു ജസ്റ്റ് എക്സ്പ്ലെയിൻ അബൌട്ട് നുവോ വിവോ? നുവോ വിവോ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മാനേജ്മെന്റ് കമ്പനിയാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, അതായത് ഡയബറ്റീസ്, കൊളസ്ട്രോൾ ഇഷ്യൂസ്, ഫാറ്റി ലിവർ, ഹൈപ്പർ ടെൻഷൻ, തൈറോയ്ഡ് ഡിസോർഡേഴ്സ്, PCOS, ഇൻഫെർട്ടിലിറ്റി, ഇതെല്ലാത്തിൻ്റെയും ഒരു കോമൺ റൂട്ട് എന്ന് പറയുന്നത് ബാഡ് ലൈഫ് സ്റ്റൈൽ. ബാഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭക്ഷണം പെട്ടു, എക്സസൈസ്, ആക്ടിവിറ്റി അതിനൊരു ഭാഗമാണ്, സ്ലീപ്പ്, സ്ട്രെസ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇത് കൊണ്ടുവരുന്ന അസുഖങ്ങൾ, റൈറ്റ്, അതിനെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമാണ്. പക്ഷെ അത് എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഒരു മലയാളി ചേഞ്ച് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ഒരു തമിഴിയൻ ചേഞ്ച് ചെയ്യുന്ന. അവരുടെ ഭക്ഷണ രീതികൾ ഡിഫറെന്റ് ആയിരിക്കും. ഒരു വെജിറ്റേറിയൻ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഡിഫറൻസസ് ഉണ്ടാവും. ഒരു എപ്പോഴും ട്രാവൽ ചെയ്യുന്ന കരിയർ ഓറിയന്റഡ് ആയിട്ട് ഒരാൾക്ക് പറ്റുന്ന ഭക്ഷണങ്ങളും എക്സസൈസ് രീതികളും ഡിഫറെന്റ് ആയിരിക്കും. ഇതിനെല്ലാം കസ്റ്റമൈസ് ചെയ്ത് ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്ത് പോസിബിളി പറ്റുമെങ്കിൽ മെഡിസിൻസ് കുറയ്ക്കാം. റൈറ്റ്, ഫോർ എക്സാമ്പിൾ ഡയബറ്റിക് ആയ ഒരാൾ ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ആയി കഴിഞ്ഞാൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റിന് തോന്നുകയാണ്, ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ആയി, ബോഡിയിൽ ഫാറ്റ് ഒക്കെ കുറഞ്ഞു, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഒരു പരിധി വരെ ഇംപ്രൂവ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ എൻഡോക്രൈനോളജിസ്റ്റ് തീരുമാനിക്കാൻ ചിലപ്പോൾ ആ മെഡിസിൻ കുറയ്ക്കാമെന്നുള്ളത്. അപ്പൊ അവിടേക്ക് എത്തിക്കുക. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടേതായ രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സസ്റ്റൈനബിലിറ്റി അതിലൊരു ഫാക്ടറാണ്. സയന്റിഫിക് ആയിട്ട് ചെയ്യണം. കാർബ് കുറച്ച് പ്രോട്ടീൻ കയറ്റുന്നതിനേക്കാളും മുന്നേ യൂറിക് ആസിഡ് കറക്റ്റ് ആണോ നോക്കണം, ക്രിയാറ്റിൻ കുറവാണോ നോർമൽ ആണോ നോക്കണം. ഇത് ചെയ്യാതെ നമുക്കൊരു മിയർ ഫിറ്റ്നസ് അപ്രോച്ചിൽ ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഒരു മെഡിക്കൽ ഫിറ്റ്നസ് എന്നുള്ളൊരു റെലവൻസ് വരുന്നത്. അതായത് ഒരു ക്ലിനിക്കൽ ന്യൂട്രീഷനും എക്സസൈസും കമ്പൈൻ ചെയ്യണം, ബട്ട് അണ്ടർ ദി premise of a medical science and ആ ഒരു സയന്റിഫിക് ആസ്പെക്റ്റിൽ ചെയ്യണം. അതാണ് നുവോ വിവോ ചെയ്യുന്നത്. Right. Yeah. I think there are few of our patients who has been with you. One of the reason നമ്മളത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പെയിൻ, നെക്ക് പെയിൻ അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ എല്ലാം പെയിൻ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ വെയിറ്റ് ബിക്കംസ് എ വില്ലൻ. ഓക്കെ, പക്ഷെ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യണം. പക്ഷെ എക്സസൈസ് ചെയ്യാനായിട്ട് പെയിനും ഉണ്ട്. അപ്പം ഇവിടെയാണ് വെയിറ്റ് എങ്ങനെ ഒരു സ്മാർട്ടർ വേ നമുക്ക് കുറയ്ക്കാം. അപ്പൊ അതിന് ആ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് കറക്ഷൻ ചെയ്യുമ്പോൾ വിച്ച് യു ഹാവ് ടോൾഡ് മീ ആൻഡ് വിച്ച് അവർ പേഷ്യൻസ് ഹാസ് ഗോട്ട് ദ റിസൾട്ട്സ്. അപ്പോഴാണ് ആ ഇമ്പോർട്ടൻസ് ഓഫ് ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് എന്ന് ആ ഒരു വാക്കിന് ഇത്ര ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. നൗ കമ്മിങ് ടു ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ്, യു ഹാവ് ബീൻ ഇൻവോൾവ് വിത്ത് one more organization, which is recently started, Solve. Could you just give a brief about it? Right. Solve My Health. അപ്പോൾ Solve My Health primarily ഫോക്കസ് ചെയ്യുന്നത് സ്ലീപ്പ് ഡിസോർഡേഴ്സ് ആൻഡ് സെക്ഷുവൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ആണ്. പക്ഷെ ഇതിന്റെയും റൂട്ട് എന്താണ്? ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. റൈറ്റ്. അപ്പോൾ അവിടെയും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ലീപ്പിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഉറക്കം കംപ്ലീറ്റ്ലി കുളമായിരിക്കുകയാണ്. പല റീസൺസ് കൊണ്ടാവാം. ചിലപ്പോൾ അതൊരു പൾമിനോളജിക്കൽ ഇഷ്യൂ ആവാം, ചിലപ്പോൾ ആപ്നിയ, കൂർക്കം വലി, സ്ലീപ്പ് ആപ്നിയ വരുന്നുണ്ട്. അപ്പോൾ ഒരു പൾമിനോളജിസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് ആവശ്യമാണ്. അതോടൊപ്പം ഒരു ചിലപ്പോൾ തടി കുറച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ സ്ലീപ്പ് ആപ്നിയ, ഒബിസിറ്റി വരുമ്പോൾ സ്ലീപ്പ് ആപ്നിയ വരാറുണ്ട്. അപ്പോൾ അവിടെ ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ സ്ലീപ്പ് ഡിസോർഡേഴ്സ് വരുന്നത് ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് ആവശ്യമാണ്. ചിലപ്പോൾ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഫോർ എക്സാമ്പിൾ മെഗ്നീഷ്യം ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് സ്ലീപ്പ് ഭയങ്കര ഡിപ്രൈവ്ഡ് ആവാം. അപ്പോൾ സ്ലീപ്പ് റിലേറ്റഡ് ഇഷ്യൂസ് പല റീസൺസ് കൊണ്ടാവാം. കുഡ് ബി ന്യൂറോളജിക്കൽ, സൈക്കാട്രിക്, സൈക്കോളജിക്കൽ, പൾമിനോളജിക്കൽ. അപ്പോൾ ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട റിക്വയർമെന്റ് ഉണ്ട്. അതേപോലെ സെക്ഷുവൽ ഹെൽത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആണുങ്ങളിൽ വളരെ കോമൺ ആയിട്ട് വരുന്നതാണ് ED റിലേറ്റഡ് ഇഷ്യൂസ്, എറക്ടൈൽ ഡിസ്ഫങ്ഷൻ. ഇതും കാർഡിയോവാസ്കുലർ ഡിസീസസും ഭയങ്കര കോറിലേറ്റഡ് ആണ്. അപ്പോൾ എഗെയിൻ ഒരു റൂട്ട് ഫിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ ഫോക്കസ് ചെയ്യുന്നതാണ് സോൾവ് എന്ന് പറയുന്നത്, സോൾവ് മൈ ഹെൽത്ത്. എഗെയിൻ ലൈഫ് സ്റ്റൈൽ, ബട്ട് പ്രൈമർലി ഫോക്കസിങ് ഓൺ സ്ലീപ്പ് ആൻഡ് സെക്ഷൽ ഹെൽത്ത്. റൈറ്റ്. കമ്മിങ് ടു ദ ടോപ്പിക് ലൈക്ക് ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ്. ഇപ്പം ഞാൻ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും വരുന്നതാണ് ഞങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് മാക്സിമം നമ്മൾ ഷെയർ ചെയ്യാൻ നോക്കുന്നതാണ്, പ്ലീസ് ഗോ ത്രൂ യുവർ ബ്ലഡ് റിപ്പോർട്ട്, പ്ലീസ് ലുക്ക് ഇൻ ടു ദിസ് കൈൻഡ് ഓഫ് പാരാമീറ്റേഴ്സ്, വിച്ച് ഇസ്
കോമൺ ആയിട്ടുള്ളത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കണം. കാരണം ബോൺ ഗ്രോത്തിന് അല്ലെങ്കിൽ ബോൺ ഡെൻസിറ്റി അല്ലെങ്കിൽ ബോൺ സ്ട്രെങ്ത്തിന് അത് വളരെ എഫക്റ്റീവ് ആണ്. അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി വിൽ ലീഡ് ഇൻ ടു മെനി അതർ കണ്ടീഷൻസ്. പിന്നെ ഉള്ളതാണ് ഇപ്പം ഞാൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഷുഗർ ലെവൽ നോക്കും. ഒരു ബോർഡർ ലൈൻ ആണോ അല്ലയോ, ഓക്കെ അത് കഴിഞ്ഞു. കൊളസ്ട്രോൾ നോക്കും, അത് ഓക്കെ സേഫ് ആണോ, എത്രത്തോളം ട്രൈഗ്ലിസറൈഡ് ഉണ്ട്, അയ്യോ പ്രശ്നമായി എന്നുള്ള കമന്റ്സ് ഒക്കെ പറയും. ഇതല്ലാതെ is there any other parameters that we have to look into in the blood report? എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് 3 ഫാക്ടേഴ്സ് നോക്കുന്നുള്ളൂ. is there any other alarming things that we have to look into? ഇത് ആക്ച്വലി ഏജ് അനുസരിച്ചും കൂടി ഇരിക്കും. എവറി വൺ അഗ്രീസ് ടു അങ്ങനെയുള്ള ഒരു ഇതിലൊരു ഗൈഡ് ലൈൻ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയാം. ഇതാണ് ഞാൻ പറയാറ്, നമ്മൾ പറയാറെന്ന് വെച്ചാൽ സാധാരണ ഒരാൾക്ക് ഇപ്പോൾ ഒരു 30-35 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഹെൽത്തി ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബേസിക്കലി നോക്കേണ്ട പാരാമീറ്റേഴ്സ് ഒന്ന് HbA1c 3 month ബ്ലഡ് ഷുഗർ ആവറേജ്, പിന്നെ ഒരു ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോൾ ലെവൽസ് ഒക്കെ അറിയണോ നമുക്ക്, ഇൻഡിവിജ്വൽ HDL എത്ര, LDL എത്ര, ട്രൈഗ്ലിസറൈഡ്സ് എത്ര, അത് അറിയാം. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. ഫാറ്റി ലിവർ ഇസ് വെരി കോമൺ മെറ്റബോളിക് ഡിസോർഡർ ആണ്. അപ്പോൾ അതിൽ SGOT SGPT. പക്ഷേ അതിൽ രസകരമായ സംഭവം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എടുത്ത് എല്ലാം നോർമൽ ആണെങ്കിൽ ഫാറ്റി ലിവർ ഇല്ല നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റില്ല, അത് വേറെ കഥ, റൈറ്റ്? അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഒരു ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ വരുന്നത് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. സ്ത്രീകളിൽ എസ്പെഷ്യലി തൈറോയിഡ് ഡിസോർഡേഴ്സ് വളരെ കോമൺ ആണ്. അപ്പോൾ തടി അല്ലെങ്കിൽ ഒബിസിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് വരുമ്പോൾ ചിലപ്പോൾ അതിന്റെ റൂട്ട് കോസ് ചിലപ്പോൾ ഒരു ഹൈപ്പോതൈറോയിഡിസം ആയിരിക്കാം. അപ്പോൾ ഇനാക്റ്റീവ് തൈറോയിഡ്. അപ്പോൾ അതും മാനേജ് ചെയ്യാതെ വെയിറ്റ് ഗെയിൻ ഒരു ന്യൂട്രീഷൻ ലെവലിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ. അപ്പോൾ അത് വരാറുണ്ട്. പിന്നെ ചില ആൾക്കാർ ഭയങ്കര ടയേർഡ് ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ അത് മൾട്ടിപ്പിൾ റീസൺസ് ആവാം. ചിലപ്പോൾ ലോ വൈറ്റമിൻ ഡി ആവാം, ചിലപ്പോൾ ഹീമോഗ്ലോബിൻ കുറവായിരിക്കാം, HB കുറവാകുന്നതുകൊണ്ട് ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യാം, എക്സേഷണൽ ഡിസ്പിനിയ, എക്സേഷണൽ ടയർഡ്നെസ്, ഇങ്ങനെ കിതക്കുക, സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഒരു 10 സ്റ്റെപ്പ് കയറി കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കിതപ്പ് വരാം. ചിലപ്പോൾ HB കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. ചിലപ്പോൾ മെഗ്നീഷ്യം കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ലീപ്പ് കംപ്ലീറ്റ്ലി ഡിസ്റപ്റ്റഡ്, അതോടൊപ്പം തന്നെ ബാഡ് മൂഡ്, ഭയങ്കര ടയേർഡ്, ഒന്നും ചെയ്യാനുള്ള ഒരു ആവതില്ല, ഒരു എനർജി ഇല്ല, ഇതെല്ലാം വരാം. അപ്പൊ ഇതൊക്കെ ഒരു ബ്രോഡ് ഗൈഡ് ലൈൻ ആണ്. വൈറ്റമിൻ ഡി അറിയാലോ, ഐ എം ഷുവർ യു വുഡ് ഹാവ് സീൻ. എനിക്ക് തോന്നുന്നു ഒരു 70-80% പേഷ്യൻസിനും അല്ലെ വൈറ്റമിൻ ഡി ലോ ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ടെസ്റ്റ് ഒരു കോമൺ ആയിട്ട് ചെയ്യാറുള്ളതാണ്. ഇതൊക്കെയാണ് പ്രൈമറിലി. പിന്നെ സ്പെസിഫിക് കണ്ടീഷൻസ് അനുസരിച്ചിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡയബറ്റിക് ആണ് എന്ന് നമുക്കറിയുന്ന ഒരു പേഷ്യന്റ്, ഒരു ക്ലയന്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാർബ് കുറച്ച് പ്രോട്ടീൻ പെട്ടെന്ന് നിങ്ങൾക്ക് കയറ്റാൻ പറ്റില്ല. അതിന് മുന്നേ കിഡ്നി ഹെൽത്ത് നോർമൽ ആണോ, ക്രിയാറ്റിൻ നോർമൽ ആണോ, യൂറിക് ആസിഡ് നോർമൽ ആണോ എന്നൊക്കെ അറിയണം. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പൊ അങ്ങനത്തെ ഒരു ട്രെൻഡിലോട്ട് മാറി. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയന്റെ അവയർനെസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ കേരള എന്ന് പറയുന്ന സൊസൈറ്റീൻ്റെ പണ്ടത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫുഡ് പ്ലേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബ്, റൈസ് ആണ് മെയിൻ സ്റ്റേബിൾ ഫുഡ്, പിന്നെ ഇത്തിരി കറി, ഇത്തിരി തോരൻ, ഇത്തിരി വേറെ കുറച്ച് സാധനങ്ങൾ. അതിപ്പം വളരെ ഡേഞ്ചർ ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. വിച്ച് ഇസ് ഐ തിങ്ക് കുറേ എമൗണ്ട് നമ്മൾ കാർബ് കഴിക്കുന്നുണ്ട്, പ്രോട്ടീൻ്റെ എമൗണ്ട് വളരെ കുറവാണ്, അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഡയബറ്റീസിൻ്റെ അളവ് കൂടാനും കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാനും കൂടുതലാണെന്നുള്ള രീതിയിൽ. ബിഫോർ അഗെയിൻ ഈ ഒരു ടോപ്പിക്കിലോട്ട് വരുമ്പോൾ, ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ഇറ്റ് ടു പ്രെപ്പ് അവർ ബോഡി before transferring ourselves into this protein high rich food ഒരു പാറ്റേൺ? അതോ is it needed അങ്ങനത്തെ ഒരു പാറ്റേണിലോട്ട് മാറേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? ഓക്കെ, ഞാനൊരു ബ്ലാങ്കറ്റ് അപ്രോച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 100 പേര്, ഒരു അൺഹെൽത്തി ആയ ഒരു മലയാളി, ശരാശരി മലയാളി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 90% ആൾക്കാരും കാർബോഹൈഡ്രേറ്റ് കുറെ കഴിക്കുന്നവരും ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കാത്തവരും ആവശ്യത്തിന് പച്ചക്കറി കഴിക്കാത്തവരും ആയിരിക്കും ഒരു 90% ആൾക്കാർ. അപ്പൊ ഞാനൊരു ബ്ലാങ്കറ്റ് അപ്രോച്ച് പറയാണ്, നിങ്ങൾ ചോറ് കഴിക്കുന്നത് കുറയ്ക്കൂ, കുറെ പ്രോട്ടീൻ കഴിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാർക്ക് അത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചിട്ട് ഇത് നമുക്കൊരു സ്വീപ്പിംഗ് ജനറലൈസേഷൻ പോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, പ്രോട്ടീൻ കയറ്റുന്ന ഒരാൾക്ക് ചിലപ്പോൾ യൂറിക് ആസിഡ് ഒന്ന് കയറി നിൽക്കുന്ന ഒരാളാണെങ്കിൽ പ്രോട്ടീൻ കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഗൗട്ട് വരും. പിന്നെ അത് അതിൻ്റെതായ ബുദ്ധിമുട്ടായി, കാല് ഗൗട്ട് വന്ന്, നീര് വന്നു, നടക്കാൻ പറ്റായ നല്ല അസഹനീയമായ വേദന, അങ്ങനത്തെ ഇഷ്യൂസ് റിലേറ്റഡ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു കസ്റ്റമൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ അശ്ലി പറഞ്ഞത് ശരിയാണ്, ഒരു 90% ആൾക്കാർക്കും കാർബ് കുറച്ച് പ്രോട്ടീൻ കയറ്റി കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുൾ ആണ്. പക്ഷേ ഇതിന്റെ ഡേഞ്ചേഴ്സും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഡയബറ്റിക് ആയ ഒരാൾക്ക് പ്രോട്ടീൻ കയറ്റുന്നേക്കാളും മുന്നേ ഒന്ന് യൂറിൻ അനാലിസിസ് ടെസ്റ്റ് ചെയ്തിട്ട് പ്രോട്ടീൻ ലോസ് ഉണ്ടോ, ആൽബുമിൻ ലോസ് ഉണ്ടോ, ക്രിയാറ്റിൻ നോർമൽ ആണോ, കിഡ്നിയുടെ ഹെൽത്ത് നോർമൽ ആണോ എന്ന് നോക്കിയിട്ട് വേണം പ്രോട്ടീൻ ഇൻക്രീസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കിഡ്നി ഹെൽത്ത് കൂടുതൽ ഇമ്പയർഡ് ആവും. മലയാളികളുടെ കേസിൽ എസ്പെഷ്യലി നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ചോറ് കഴിക്കുമ്പോൾ ബീൻസ് തോരനാന്ന് വിചാരിക്കാം, എത്ര എടുക്കും? 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ബീൻസ് തോരൻ സൈഡിൽ ഉണ്ടാവും, റൈറ്റ്? പച്ചക്കറി എന്ന് പറയുന്ന ഒരു സബ്സ്റ്റാൻഷ്യൽ ക്വാണ്ടിറ്റി വേണം, അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, ഡൈജഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഓവറോൾ ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ന്യൂട്രീഷൻ വൈസ് ഇൻവോൾവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്.
പക്ഷേ ഐ ഓൾസോ ഡോണ്ട് ബിലീവ് ഇൻ സ്വീപ്പിംഗ് ജനറലൈസേഷൻ. അതായത് ഒരു എക്സാമ്പിൾ പറയാം, ബ്രൗൺ ബ്രെഡ്, വൈറ്റ് ബ്രെഡ്, ബ്രൗൺ ബ്രെഡ് ആണ് ഹെൽത്തി, റൈറ്റ്? എല്ലാവർക്കും അറിയാം, പ്രൊവൈഡഡ് ഇത് എത്തിക്കലി മാനുഫാക്ചർ. ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ബ്രൗൺ ബ്രെഡ് ഒക്കെ ചിലപ്പോൾ ക്യാരമൽ, വൈറ്റ് ബ്രെഡിൽ ക്യാരമൽ ചേർത്ത് ബ്രൗൺ കളർ ആക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ലെറ്റ് സപ്പോസ് ഇറ്റ്സ് എത്തിക്കലി മെയ്ഡ്, ഗുഡ് ക്വാളിറ്റി ബ്രൗൺ ബ്രെഡ്. അപ്പോൾ വൈറ്റ് ബ്രെഡിനെ അപേക്ഷിച്ച് ബ്രൗൺ ബ്രെഡിൽ കുറച്ചുകൂടെ പ്രോട്ടീൻ ഉണ്ട്, കുറച്ചുകൂടെ ഫൈബർ ഉണ്ട്. പക്ഷേ ഈ ബ്രൗൺ ബ്രെഡ് എടുത്തൊരു ജാം കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം ദർ ഇസ് നോ പോയിന്റ്. മനസ്സിലായി. അതിനേക്കാളും ഭേദം വൈറ്റ് ബ്രെഡ് കുറച്ച് എടുത്തൊരു ഷ്രെഡഡ് ചിക്കനോ അല്ലെങ്കിൽ ഒരു മുട്ട ബുർജിയോ അതോടൊപ്പം കുറച്ച് സോർട്ടഡ് വെജിറ്റബിൾസോ കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഹെൽത്തിയർ ഓപ്ഷൻ ആണ്. ഈ ബ്രൗൺ ബ്രെഡ് ജാം കൂട്ടി കഴിക്കുന്നതിനേക്കാളും ഹെൽത്തിയർ ഓപ്ഷൻ ആണ്. അപ്പോൾ റിമെമ്പർ, ഒരു ഹെൽത്തി എന്ന് പറയുന്ന ഭക്ഷണം റോങ്ലി പെയർ ചെയ്ത് നമുക്ക് അതിനെ അൺഹെൽത്തി ആക്കാം. തിരിച്ചും അത്ര ഹെൽത്തി അല്ല എന്ന് പറയപ്പെടുന്ന ഭക്ഷണം സെൻസിബിളി പെയർ ചെയ്ത് അതിനെ ഹെൽത്തി ആക്കാം. ഒരു വൈറ്റ് റൈസ് ബ്രൗൺ റൈസിന്റെ അത്ര നല്ലതല്ല എന്നാണ് പറയും. പക്ഷേ വൈറ്റ് റൈസ് എടുത്ത് കുറച്ച് ചീരത്തോരനും കുറച്ച് അവിയലും കുറച്ച് പയർ മുളപ്പിച്ചതോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയോ കൂട്ടി കഴിഞ്ഞാൽ ഓവറോൾ പ്രോട്ടീൻ ഫൈബർ ഇൻ ദ എൻറ്റയർ ഫുഡ് പ്ലേറ്റ് ഇസ് മച്ച് ഹയർ, മച്ച് ബെറ്റർ, ആബ്സല്യൂട്ട്ലി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഈ കുളിപ്പിച്ച് കൊച്ചിനില്ലാണ്ടാക്കാന്ന് പറയില്ലേ, ആ ഒരു പാറ്റേണിലേക്ക് പോവാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം അങ്ങനെ ചെയ്താലേ ഇതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, റൈറ്റ്? അപ്പൊ എപ്പോഴും ഞാനൊരു 100% കറക്റ്റ് ചെയ്യും എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ റണ്ണിങ് ഫോർ എ മാരത്തോൺ, ഒരു 100 മീറ്റർ റേസ് റൺ ചെയ്യണ പോലെ 100 മീറ്റർ മാരത്തോൺ ഓടി തുടങ്ങൂല. 42 ചില്ലാൻ കിലോമീറ്റർ ഓടി എത്തണം എന്നുണ്ടെങ്കിൽ ഒരു പേസ് പിടിച്ച് വേണം ഓടാൻ, എന്നാലേ അത് ആ 42 കിലോമീറ്റർ ഓടി എത്തുള്ളൂ. അതേപോലെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു മാരത്തോണാണ്. അപ്പൊ ആദ്യമേ തന്നെ എല്ലാം 100% ഞാൻ കറക്റ്റ് ആക്കിയേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്റെ എക്സ്പീരിയൻസിൽ, എന്റെ വർക്ക് ചെയ്യുന്ന ക്ലയൻസിന്റെ ഒപ്പം ഉള്ള എക്സ്പീരിയൻസിൽ എത്തില്ല. മിനിമം ഒരു 3 മാസമെങ്കിലും വേണം ആ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് വരാൻ വേണ്ടി. ഒരു സയന്റിഫിക് ആയിരിക്കണം, സെൻസിബിൾ ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ബ്രൗൺ ബ്രെഡ് എടുത്ത് ജാം കൂട്ടിയാൽ പോയി. സെൻസിബിൾ ആയിരിക്കണം, സസ്റ്റൈനബിൾ ആയിരിക്കണം. അങ്ങനെ ഈ 3 എസ്, സയന്റിഫിക്, സെൻസിബിൾ, സസ്റ്റൈനബിൾ വന്നാലേ ഇതിനൊരു ലോങ് ടേം ആയിട്ടൊരു അപ്രോച്ചിൽ കൊണ്ടുവരാൻ പറ്റില്ല. ആൻഡ് ദാറ്റ്സ് വെയർ മെജോറിറ്റി ഓഫ് പീപ്പിൾ ഫോൾട്ട് ഔട്ട്. ഓൾറൈറ്റ്. വേറൊരു ടോപ്പിക്ക്, എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളതും എന്നാൽ കൺഫ്യൂഷൻ ഇഷ്ടം പോലെയുള്ളതും ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ വൺ മെയിൻ തിങ് ഇസ് വൈറ്റമിൻ ഡി. അത് എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, പ്ലീസ് ചെക്ക് യുവർ വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി കുറഞ്ഞു അല്ലെങ്കിൽ ചെക്ക് ചെയ്തു, ബിലോ 20 അല്ലെങ്കിൽ 6% ആണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ തന്നെ ഒരു ഷോട്ട് എടുത്തു അല്ലെങ്കിൽ ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ ആ വൈറ്റമിൻ ഡിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു, വിച്ച് ഇസ് ഫോർ യുവർ ഇൻഫർമേഷൻ, ദാറ്റ് എല്ലാ ക്രിക്കറ്റ് പ്ലെയേഴ്സും അല്ലെങ്കിൽ മിക്ക ക്രിക്കറ്റ് പ്ലെയേഴ്സിനും എക്സ്പോസ് ടു ദ സൺലൈറ്റ് ആണ്, വെയിൽ കൊള്ളുന്നുണ്ട് നന്നായിട്ട്, എന്നാൽ വൈറ്റമിൻ ഡി കുറവാണ്. അപ്പൊ കമന്റ്സ് ഇങ്ങനെ വന്നിരിക്കുന്നത് അവർ ഫുൾ സ്ലീവ് ഡ്രസ് ഇടുന്നില്ലേ, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ല, അപ്പൊ വൈറ്റമിൻ ഡി അബ്സോർവ് ആവുന്നില്ല. ഈ വെയിൽ കൊള്ളല് ആണോ ഈ വൈറ്റമിൻ ഡി അബ്സോർബേഷന്റെ അൾട്ടിമേറ്റ്, അതോ ഇസ് ദർ എനിത്തിങ് ദാറ്റ് വി ഹാവ് ടു ലുക്ക് ഇൻ ടു? ഇതിനെ കുറിച്ചൊരു നല്ലൊരു എക്സ്പ്ലനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഐ തിങ്ക് മെജോറിറ്റി ഓഫ് ദി ആൾക്കാർക്കും അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. ഇന്ത്യൻസ്, എനിക്ക് തോന്നുന്നു, ഞാൻ റീസെന്റ് വായിച്ച ഏതൊരു റിസർച്ച് ആർട്ടിക്കിൾ പറയാറ്, around 80% of Indians are living in urban area, are deficient in vitamin D. Vitamin D is important for calcium absorption. Vitamin D ഉണ്ടെങ്കിൽ കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്ത് ബോണിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ബോൺ മിനറലൈസേഷൻ നടക്കുള്ളൂ. അതോടൊപ്പം വൈറ്റമിൻ ഡി ഓൾസോ പ്ലേസ് എ റോൾ ഇൻ മെനി അതർ തിങ്സ്. ഇറ്റ് പ്ലേസ് എ റോൾ ഇൻ ഇമ്മ്യൂണിറ്റി. അങ്ങനെ പല കാര്യങ്ങൾ വൈറ്റമിൻ ഡി ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് കിളി പോവും, സിവിയർ മൂഡ് ഡിസോർഡേഴ്സ്, ഇങ്ങനത്തെ ഇഷ്യൂസും ഒക്കെ കോമൺ ആണ്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ ഇമ്പാക്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും വൈറ്റമിൻ ഡി കുറവാണ്. ഇത്രയും വെയിലുള്ള ഇന്ത്യയിൽ ജീവിച്ചിട്ടും വൈറ്റമിൻ ഡി പല റീസൺസ് ഉണ്ട് അതിനകത്ത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ തന്നെ വെയിൽ കൊള്ളുന്നില്ല, ഫുൾ സ്ലീവ് ഇടുന്നു, സൺസ്ക്രീൻ ഇടുന്നു, അപ്പോൾ വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ വരില്ല. വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ സൺലൈറ്റ് വന്നതുകൊണ്ട് കാര്യമില്ല. സൺലൈറ്റിലെ അൾട്രാ വയലറ്റ് ബി എന്ന് പറയുന്ന സ്പെക്ട്രം, സോ സൺലൈറ്റ് മാത്രമല്ല അൾട്രാ വയലറ്റ്, സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്രോഡ് സ്പെക്ട്രം ഓഫ് ഇതാണല്ലോ, അതിൽ അൾട്രാ വയലറ്റ് ബി നമ്മുടെ സ്കിന്നിൽ വീഴുമ്പോൾ സ്കിന്നിന് താഴെയുള്ള കൊളസ്ട്രോൾ ആണ് വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ആവുന്നത്. പക്ഷെ അപ്പോഴും കൺവേർട്ട് ആവുന്നത് ഒരു ആക്റ്റീവ് വൈറ്റമിൻ ഡി അല്ല, അത് ഒരു ഇനാക്റ്റീവ് ഫോം ആണ്. അത് പോയിട്ട് ആദ്യം ലിവറിൽ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്, ഒരു പ്രോസസ് ഉണ്ട് അവിടെ, അത് ചെന്ന് കിഡ്നിയിൽ ചെന്ന ഒരു പ്രോസസ് ഉണ്ട്, ഇത് കഴിഞ്ഞിട്ടാണ് ആക്റ്റീവ് ആവുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് കുറഞ്ഞിട്ട് ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ഒന്ന്, ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള എസ്പെഷ്യലി സിറ്റീസിൽ അറ്റ്മോസ്ഫിയറിലുള്ള പൊല്യൂട്ടന്റ് ലെവൽസ് കൂടുതലായിരിക്കും. അപ്പോൾ അൾട്രാ വയലറ്റ് ബി മേലും തന്നെ അത് റിഫ്ലക്ട് ആയി പോകും. അതെ, അപ്പൊ ആ സൺലൈറ്റിൽ അൾട്രാ വയലറ്റ് ബി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരാൾ വെയിൽ കൊണ്ടുകൊണ്ട് ഈ കൊളസ്ട്രോൾ വൈറ്റമിൻ ഡി ആയി പ്രൊഡ്യൂസ് ആയിക്കൊള്ളണമെന്നില്ല. അതൊരു റീസൺ. രണ്ടാമത്തെ റീസൺ, നമ്മൾ ഇന്ത്യൻസ് എസ്പെഷ്യലി കുറച്ച് ഡാർക്ക് സ്കിൻ ഉള്ള ആൾക്കാർക്ക് മെലാനിൻ കോണ്ടന്റ് കൂടുതലായിരിക്കും. മെലാനിനും ഈ പറഞ്ഞ പോലെ റിഫ്ലക്ട് ചെയ്ത് പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ സൺസ്ക്രീൻ,
ഈ പറഞ്ഞ പോലെ ഫുൾ സ്ലീവ് ഷർട്ട് ഇടുക, ഓക്കെ. ടീ ഷർട്ട്സ് ഇടുക. പിന്നെ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് വിൻഡോ പെയിനിൽ വീടിനകത്ത് വെയിലടിക്കുന്നുണ്ടാവും, ഗ്ലാസ് ഉള്ള വിൻഡോ പെയിന്റെ സൈഡിൽ നിന്നിട്ട് വെയിൽ കൊള്ളാം. അതും പോരാ, കാര്യം അൾട്രാവയലറ്റ് ബി ഗ്ലാസ്സിലൂടെ റിഫ്ലക്ട് ആയി പോകും, അകത്തേക്ക് വന്നോളുന്നില്ല. അതെ, ഈ അപ്പൊ വെയിലടിക്കുന്നുണ്ട്, ചൂടും കിട്ടുന്നുണ്ട്, മനസ്സിലായി. സ്കിന്നിൽ വെയിലും അടിക്കുന്നുണ്ട്, പക്ഷെ അതിൽ അൾട്രാവയലറ്റ് ബി വരുന്നില്ല. മനസ്സിലായി. ഇനിയും റീസൺ ഉണ്ട്. ഇങ്ങനെ വന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനാക്റ്റീവ് ആയിട്ടുള്ള വൈറ്റമിൻ ഡി ആണ്, അതിനെ ആക്റ്റീവ് ആക്കണം, എന്നാൽ ഈ പരിപാടിയൊക്കെ നടക്കുള്ളൂ. അതെ. ആക്റ്റീവ് ആക്കണമെങ്കിൽ ലിവറിലും കിഡ്നിയിലും കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യണമെങ്കിൽ മെഗ്നീഷ്യം വേണം. ആൾക്കാർ മെഗ്നീഷ്യം ഡെഫിഷ്യന്റ് ആവും. That was the other question. ഈ മെഗ്നീഷ്യത്തിന്റെ റോൾ എന്താണ് ബോഡിയിൽ? മെഗ്നീഷ്യം ഇപ്പോൾ ഭയങ്കര people are talking about magnesium. Magnesium is a nutrient which plays a vital role in over 300 300-ലധികം ബയോകെമിക്കൽ റിയാക്ഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യാനും അതിലൊരു മേജർ റോൾ ഉള്ളതാണ് മെഗ്നീഷ്യം. പക്ഷെ മെഗ്നീഷ്യം ആൾക്കാർ ഡെഫിഷ്യന്റ് ആവും, വളരെ കോമൺ ആയിട്ട് ഡെഫിഷ്യന്റ് ആവുന്നുണ്ട്. ഇത് ഡെഫിഷ്യന്റ് ആവുന്നത് എങ്ങനെ അറിയാം? അപ്പൊ ആൾക്കാർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ടെസ്റ്റിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അറൌണ്ട് 1%, അക്കോർഡിംഗ് ടു വേരിയസ് ആർട്ടിക്കിൾസ് ആൻഡ് റിസർച്ച്, 1 to 2% മാക്സിമം, അത്രയുമേ ബ്ലഡിലുള്ളൂ. 98 or perhaps more than around 99% of magnesium is in other tissues such as bones, മസിൽസ്, അങ്ങനെയുള്ള ടിഷ്യൂസിലാണ് ബാക്കിയുള്ള മെഗ്നീഷ്യം, ടീത്ത്, ഇതിലൊക്കെയാണ് മെഗ്നീഷ്യം ഉണ്ടാവുന്നത്. അപ്പോൾ ബ്ലഡിൽ മെഗ്നീഷ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നോർമൽ കാണിക്കും, പക്ഷെ ബോഡിയിൽ മെഗ്നീഷ്യം അളവ് കുറവായിരിക്കാം. സോ ബ്ലഡ് ലെവൽ ഇസ് നോട്ട് നെസസറിലി ആൻ ഇൻഡിക്കേറ്റർ ഓഫ് യുവർ ബോഡി. അപ്പോൾ ബ്ലഡ് ലെവൽ നോർമൽ ആയിരിക്കാം, പക്ഷേ യു മൈറ്റ് സ്റ്റിൽ ബി മെഗ്നീഷ്യം ഡെഫിഷ്യന്റ്. അപ്പോൾ അവിടെ മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് നോക്കേണ്ടി വരും. അതായത് ഫോർ എക്സാമ്പിൾ സമ്മൺ സേസ് ദാറ്റ് എന്റെ സ്ലീപ്പ് ഭയങ്കര ഇംപയർഡ് ആണ്, ഡീപ് സ്ലീപ്പ് കിട്ടുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല പ്രോപ്പർ ആയിട്ട്, അല്ലെങ്കിൽ പറയാണ് എനിക്ക് സിവിയർ ടയർഡ്നെസ് ഉണ്ട്, ഫെറ്റീഗ് ഉണ്ട്, അല്ലെങ്കിൽ മസിൽ ട്വിച്ച് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു മെഗ്നീഷ്യം ഡെഫിഷ്യൻസിയുടെ സാധാരണയായിട്ട് കാണാറുണ്ട്. അപ്പോൾ മെഗ്നീഷ്യം പല സപ്ലിമെന്റ്സ് അവൈലബിൾ ആണ്, ഗ്ലൈസിനേറ്റ്, സിട്രേറ്റ്, സൾഫേറ്റ് എന്നൊക്കെ പറഞ്ഞ പല ഇതുണ്ട്. അതിൽ ഗ്ലൈസിനേറ്റ് ആണ് കുറച്ചുകൂടെ ബെറ്റർ, കാര്യം ഇറ്റ് ഇസ് ജെന്റിൽ ഓൺ സ്റ്റമക്ക്, പിന്നെ ബവൽ മൂവ്മെന്റ്സിന് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ സാധാരണ നമ്മൾ പറയാ ഒന്ന് സ്റ്റാർട്ട് എ മെഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് സപ്ലിമെന്റേഷൻ. മേ ബി is it a supplementation തന്നെയാണോ അതോ is it something to do with our food? It is definitely to do with something to do with the food. Right. പക്ഷെ ഇപ്പൊ അവിടെ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കേസസിൽ ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി എന്നാണല്ലോ തുടങ്ങിയത്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് വളരെ ഡെഫിഷ്യന്റ് 10 താഴെ നിൽക്കാൻ വിചാരിക്കാം, അയാളുടെ അടുത്ത് സൺലൈറ്റ് പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്താൻ കുറെ ടൈം എടുക്കും, ചിലപ്പോൾ എത്തിക്കോണം തന്നെയില്ല. അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് സപ്ലിമെന്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് ഐ എം നോട്ട് എ ഫാൻ ഓഫ് സപ്ലിമെന്റിങ് സംതിങ് ഫോർ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. That's what it is happening. അതായത് ഇപ്പം if you are lower than 10 അല്ലെങ്കിൽ 15, you have been advised to take the medicine or the shot. അത് കഴിഞ്ഞ് വീണ്ടും കുറെ നാൾ ഇഗ്നോർ ചെയ്യും, ഷോർട്ടിന്റെ കോഴ്സ് കഴിഞ്ഞു കുറെ നാൾ ഇഗ്നോർ ചെയ്യും, വീണ്ടും ഡൗൺ ആവും, വീണ്ടും ഷോർട്ടിലോട്ട്. സോ ആ ഗോയിങ് ബാക്ക് ടു ഷോർട്ട് അല്ലാതെ അല്ലെങ്കിൽ മെഡിസിൻ അല്ലാതെ ഇസ് എനിത്തിങ് ദാറ്റ് വി ക്യാൻ ഡു? സി വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നോൺ വെജിറ്റേറിയൻ ഡി 2 തരത്തിലുണ്ട്, D3, D2. D3 ആണ് കോളികാൽസിഫെറോൾ എന്ന് പറയുന്ന സാധനം. ഓക്കെ, D2 എർഗോ കാൽസിഫെറോൾ ആണ്. ഈ D3 ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, D3 കിട്ടുന്നത് സാഡ്ലി ഇസ് ഓൺലി ത്രൂ നോൺ വെജിറ്റേറിയൻ. വെജിറ്റേറിയൻ ഫുഡിൽ D3 ഇല്ല. ഓക്കെ, വേറൊരു ന്യൂട്രിയനും കൂടി ഇതുപോലെ ഇല്ലാത്തത് B12. ഈ ന്യൂറോപ്പതി നെർവ് ഇഷ്യൂസ്. രാജീവ് അമ്പാട്ട്, യു ആർ നമ്പൂതിരി പട്ടർ എന്താണ്? ആര്? ഞാനോ? Neither of it. ഞാൻ anything which moves, if it is cooked, I will eat. Okay. So no, I am a non-vegetarian. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ still people feel deficient. Again ഈ പറഞ്ഞ പോലെ non-vegetarian ഫുഡിൽ കിട്ടുന്ന ഇതിനെയും ഈ പറഞ്ഞ പോലെ മെറ്റബോളൈസ് ചെയ്ത്. See, metabolic disorders എന്ന് പറഞ്ഞാൽ എന്താ? Something around the metabolic pathway is broken, or some aspect of metabolism is broken. To put it very simply, ഒരു layman's terms ൽ പറയണത്. അപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് എന്താ? കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അതിനെ ഗ്ലൂക്കോസ് ആക്കി ബ്ലഡിലേക്ക് വന്ന ബ്ലഡിന് ഗ്ലൂക്കോസിനെ എടുത്ത് അത് അബ്സോർബ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യേണ്ട ആ പാത്വേ സംവെയർ ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ് ദ വേ ഇറ്റ് ഇസ് സപ്പോസ് ടു വർക്ക്. റൈറ്റ്, അതാണല്ലോ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ എവറിത്തിങ് ടു ഡു വിത്ത് സം ആസ്പെക്ട് ഓഫ് മെറ്റബോളിക് ആസ്പെക്ട്. അപ്പോൾ പല മെറ്റബോളിക് ഡിസോർഡേഴ്സും പല ഇഷ്യൂസും കാരണം ഈ പറഞ്ഞ പോലെ ന്യൂട്രിയൻ അബ്സോർപ്ഷൻസ് നടക്കാതെയാവും. അപ്പൊ മെഗ്നീഷ്യം ഡെഫിഷ്യൻസി വരുന്ന വേറൊരു റീസൺ എന്ന് പറയുന്നത് അസിഡിറ്റി ഉള്ള ആൾക്കാർ ഒമീപ്രസോൾ, പാൻഡപ്രസോൾ എന്നൊക്കെ പറഞ്ഞ് PPI ഡ്രഗ്സ് കഴിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ സ്റ്റമക്ക് ആസിഡ്സ് കുറയും. അപ്പൊ ഈ മെഗ്നീഷ്യത്തിനെ അബ്സോർബ് ചെയ്യില്ല. മെഗ്നീഷ്യത്തിനെ അബ്സോർബ് ചെയ്യണമെങ്കിൽ സ്റ്റമക്കിൽ ആസിഡ് വേണം. അപ്പോൾ അസിഡിറ്റിക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ IBS ഉള്ള ആൾക്കാർ മെഗ്നീഷ്യം ഡെഫിഷ്യന്റ് ആവാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. റൈറ്റ്, അപ്പൊ മെഗ്നീഷ്യം ഡെഫിഷ്യന്റ് അങ്ങനെ കുറെ നാൾ ഈ പറഞ്ഞ പാൻഡപ്രസോൾ, പക്ഷെ അത് കഴിക്കേണ്ടതെന്നല്ല. ഡെഫിനറ്റ്ലി യു ഷുഡന്റ് സ്റ്റോപ്പ് എ മെഡിസിൻ വിത്തൗട്ട് എ ഡോക്ടർ അഡ്വൈസിങ് യു. ഡോക്ടർ ആ ടാബ്ലറ്റ് തന്നിട്ട് ഞാനൊരു റീസൺ ഉണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ലൈഫ് സ്റ്റൈലില് എല്ലാ ന്യൂട്രിയൻസും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇപ്പൊ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ കാൽസ്യം വരുള്ളൂ,
ഈ വൈറ്റമിൻ ഡി വേണമെന്നുണ്ടെങ്കിൽ മെഗ്നീഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ്? യു സി ഹൗ ദേ ആർ ഓൾ കണക്റ്റഡ്, റൈറ്റ്? വൈറ്റമിൻ ഡിനെ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാറ്റ് വേണം, ഡയറ്ററി ഫാറ്റ് വേണം. അപ്പോൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന സംഭവങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് പ്ലീസ് ഗോ ബാലൻസ്ഡ്. ഒന്നും അധികം ചെയ്യല്ലേ, എല്ലാം ബാലൻസ് ചെയ്ത് പോകും. അപ്പൊ ഇവിടുന്ന് വൈറ്റമിൻ ഡി കിട്ടും, അവിടുന്ന് വൈറ്റമിൻ സി കിട്ടും, ഇവിടുന്ന് വൈറ്റമിൻ എ കിട്ടും, ഇവിടുന്ന് മിനറൽ കിട്ടും, അവിടുന്ന് ഫാറ്റ് കിട്ടും. എല്ലാം കൂടി ബാലൻസ് ചെയ്യണം. And that's very very, but I don't know where we started, maybe I digressed. It's fine. അല്ലല്ല, see, we started with the vitamin D. പക്ഷെ വൈറ്റമിൻ ഡി തന്നെയാണ് നമുക്ക് മാത്രമാണ് ആവശ്യമുള്ളത്. അത് എങ്ങനെയാണ് അത് അബ്സോർബ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിരുന്നത്. Is there anything that we can alternate? You were asking about ഈ പറഞ്ഞ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതെ. So what we tell people is that vitamin D ഒന്ന് ലോ ആവും എന്ന ടെൻഡൻസി ഉള്ള ആൾക്കാർ സപ്ലിമെന്റ് ചെയ്യൂ. അത് കഴിഞ്ഞ ശേഷം പീരിയോഡിക്കലി സേ വൺസ് ഇൻ 3 months ഓർ വൺസ് ഇൻ 6 months ടെസ്റ്റ് ചെയ്തിട്ട് മേ ബി വൺസ് ഇൻ എ മന്ത് ഒരു 60,000 അയ്യോ അങ്ങനെ എന്തെങ്കിലും ബേസ്ഡ് ഓൺ അവർ ഡോക്ടേഴ്സ് സജഷൻ ചെയ്യുന്നതായിരിക്കും ബുദ്ധി എന്ന് പറയുന്നത്. വി സജസ്റ്റ് ദാറ്റ്. പക്ഷേ വൈറ്റമിൻ ഡി ഈ പറഞ്ഞ പോലെ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് സംടൈംസ് ഡോക്ടേഴ്സ് വുഡ്, ഫിസിഷ്യൻ ഓർ എൻഡോക്രിനോളജിസ്റ്റ്, സം ഡോക്ടർ വുഡ് ഓൾസോ ആസ്ക് ദം പീരിയോഡിക്കലി അത് കഴിച്ചു പൊക്കോളൂ സോ ദാറ്റ് ലെവൽസ് ആർ മെയിൻറ്റെയിൻ. എസ്പെഷ്യലി ഐ നോ യു ആർ ഓൾസോ ഇൻവോൾവ് നമ്മുടെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിന്റെ ഒരു സെഷൻ ഇവിടെ ഹോൾ ഫിസിയോയിൽ ചെയ്യുന്നുണ്ട്. I was also part of one such session. Yes. Multiple sclerosis ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡി ലെവൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഓട്ടോമ്യൂൺ ഡിസീസ് വരുമ്പോൾ വൈറ്റമിൻ ഡി പ്ലേസ് എ റോൾ there. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇറ്റ് നീഡ്സ് ടു ബി മാനേജ്ഡ് ബൈ പീരിയോഡിക് സപ്ലിമെന്റേഷൻ, നീഡ്സ് ടു ബി ഡൺ ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പക്ഷെ ഓവർഡു ചെയ്താലും പ്രശ്നമാണ്, വൈറ്റമിൻ ഡി കൂടി കഴിഞ്ഞാലും പ്രശ്നമാണ്. എന്താണ് വൈറ്റമിൻ ഡി ലെവൽസ് കൂടി കഴിഞ്ഞാൽ ബ്ലഡിൽ കാൽസ്യം ലെവൽ കൂടും. അപ്പൊ കാൽസ്യം കൂടിയ കിഡ്നി സ്റ്റോൺ. അപ്പോൾ അധികമായ സോ ബേസിക്കലി വൈറ്റമിൻ ഡി കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ദാറ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തും ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ കൂടി മാത്രം ചെയ്യാം, ഇല്ലെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് മേജർ പ്രോബ്ലം ഇൻ ദ ബോഡി അല്ലേ. ഹൗ ക്യാൻ യു ഐഡന്റിഫൈ വിത്തൗട്ട് എ ബ്ലഡ് ടെസ്റ്റ് ദാറ്റ് വൈറ്റമിൻ ഡി കുറവാന്നുള്ളത്? സോ വൺ തിങ് ദാറ്റ് ഐ ലുക്ക് ഇൻ ടു ഇസ് യുവർ മൂഡ് സ്വിങ്സ്, കാര്യങ്ങൾ, ഡിപ്രഷനിലേക്ക് പോവാ, ഹെയർ ലോസ് വരാം, എത്ര ഉറങ്ങിയാലും നമുക്ക് ക്ഷീണം മാറുന്നില്ല, വി ആർ നോട്ട് ആക്റ്റീവ് അറ്റ് ഓൾ എന്നുള്ളത്. Other than that, is there anything that life threatening ആയിട്ട് വരാൻ പോകുന്ന എന്തെങ്കിലും ഉണ്ടോ? ലൈഫ് ത്രെറ്റനിങ് ആയിട്ട് നോട്ട് ഇൻ മൈ നോളജ്. Right. പക്ഷേ സി ദ പോയിന്റ് അബൌട്ട് മോർ ദാൻ ലൈഫ് ത്രെറ്റനിങ്, ഇറ്റ് ഇസ് ആ ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ പോയല്ലോ. അതിൽ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ക്ഷീണമാണ്, ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇറ്റ് സെൽഫ് ഇസ്, ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ഈവൻ മോർ ഡിഫിക്കൾട്ട് ആൻഡ് ബാഡ് ദാൻ, ഐ എം നോട്ട് സെയിങ് ലൈഫ് ത്രെറ്റനിങ് ഇസ് എനി ലെസർ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ലൈഫ് ത്രെറ്റനിങ് സ്പെസിഫിക് ലോ വൈറ്റമിൻ ഡി നോട്ട് ഇൻ മൈ Not in your knowledge. Okay. Quality of life will severely be impaired. Okay, fine.